ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം ജെ അഡ്വാൻസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യന് റിജിഡ് ബോഡി കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ മിക്സിംഗ് കോൺസെപ്റ്റ്സ് ഉണ്ട്, റോളിംഗ് മോഷനിലെ കോൺസെപ്റ്റ് ഉണ്ട്, സിമിലർലി ഓക്സിലേഷൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ ആ ഒരു ഫിഗർ വന്നിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. ആ ഫിഗറിനെ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലാസ്റ്റ് എന്താണ് കാണേണ്ടതെന്നുള്ളത് ഞാൻ അതിൽ കൂടി എന്താക്കുമെന്ന് പറയാം. ഫിഗർ വെച്ച് എന്താകും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് വലിയൊരു റിങ് ഉണ്ട്. ആ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. ആ റിങ്ങിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഈ ഡിസ്കിൻ്റെ മുകളിൽ നിന്നുണ്ട് ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഒരെൻഡ് ഡിസ്കിൻ്റെ സെൻറ്ററിലുള്ളത്, മറ്റേ എൻഡ് ഈ വലിയ റിങ്ങിൻ്റെ പെരിഫറിയിലാണുള്ളത്. പിന്നെ ഈ ഒരു ഡിസ്കിൻ്റെ മോഷൻ ഈ മോഷന് ഈ വലിയ റിങ്ങിൻ്റെ സർക്യൂംഫറൻസ് കൂടി മാത്രമേ മൂവ് ചെയ്യും. സർക്യൂംഫറൻസ് കൂടി കൺസ്ട്രെയിൻഡ് ആയിട്ടാണ്. അതായത് സർക്യൂംഫറൻസിൽ നിന്ന് പുറത്തോട്ടും പോകില്ല, അതായത് ഈ ഡയറക്ഷനിലേക്കും പോകില്ല, അങ്ങോട്ടും പോകില്ല, അതായത് ഉള്ളോട്ടും പോകില്ല, പുറത്തോട്ടും പോകില്ല. സർക്യൂംഫറൻസ് കൂടി മൂവ് ചെയ്യും. പിന്നെയാണ് ഇതിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ റോളിംഗ് ആണ്. അതായത് ഇങ്ങനെ റോൾ ചെയ്യുകയാണ് ചെയ്യുക ഈ ഒരു സർക്യൂംഫറൻസ് കൂടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഈ ഒരു ഡിസ്കിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെർട്ടിക്കലി നേരെ ഡൗൺ ആയിട്ടുള്ള ഈ ഒരു പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇക്വിലിബ്രിയം പൊസിഷന് സ്ലൈറ്റ് ആയിട്ടൊന്ന് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക് ഒരു ഓക്സിലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓക്സിലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചത്. ഫ്രീക്വൻസി അല്ല, ആംഗുലർ വെലോസിറ്റി ആണ് ചോദിച്ചത്. അതായത് ഈ ഒരു ഡിസ്ക് ഈക്വിലിബ്രിയം പൊസിഷനിൽ സ്ലൈറ്റ് ആയതൊന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താകും, ഓക്സിലേറ്റ് ചെയ്യും. അങ്ങനെ ഓക്സിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ആംഗുലർ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കുക, റിജിഡ് ബോഡി ഡൈനാമിക്സിൽ ആംഗുലർ വെലോസിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബോഡിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്ലൈറ്റ് ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്ത പൊസിഷനിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. എന്നിട്ട് സ്റ്റാൻഡേർഡ് എസ് എച്ച് എമ്മുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡേർഡ് എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എസ് എച്ച് എം ഇപ്പോൾ ലിനിയർ മോഷൻ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആക്സലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് ആക്സലേഷൻ ഈക്വൽ വരിക -ω² ഇൻറ്റു എക്സ് എന്നാണ് വരിക. അതായത് ആക്സലേഷൻ നമുക്ക് d²x ഡിവൈഡഡ് ബൈ dt² എന്ന് പറയുക. -ω² പ്ലസ് ലെഫ്റ്റിലോട്ട് ഉണ്ടാകുമ്പോൾ ω²x ഈക്വൽ ടു വരും, 0 എന്ന് വരും. ഇനി ആംഗുലർ മോഷൻ ആണെങ്കിൽ എന്താ വരിക, ആൽഫ ഈക്വൽ ടു -ω² ഇൻറ്റു തീറ്റ എന്ന് വരും. തീറ്റ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലേഷൻ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ d² ഡിവൈഡഡ് ബൈ dt² ഈക്വൽ ടു -ω² ഇൻറ്റു തീറ്റ എന്ന് കൊടുക്കാം. അപ്പം ഇതിൽ ഒന്നുകൂടി മാറ്റിയതാണെങ്കിൽ d² ഡിവൈഡഡ് ബൈ dt² പ്ലസ് ω² തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് ഞാനാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതണം. അപ്പോൾ നമ്മൾ അതൊന്ന് എൻലാർജ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ, ഇനിഷ്യലി ഇങ്ങനെയാണ് ഡിസ്ക് ഉള്ളത്. ഇതിൻ്റെ സർക്യൂംഫറൻസ് കൂടി ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറഞ്ഞത്. അതൊന്ന് എൻലാർജ് ചെയ്ത് വരച്ചാണ്. അതായത് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്ലൈറ്റ് ആയിട്ട് റൈറ്റിലോട്ട് ഡിസ്പ്ലേസ് ചെയ്ത്. അപ്പം ആ ഒരു പോയിന്റിൽ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ ഈ mg ഉണ്ട്. പിന്നെ ഇവിടെ സ്പ്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്താണ്. ഇവിടെ ഇങ്ങനെ സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലോട്ട് ഈ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് kx ഉണ്ട്. ഈ എക്സ് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഈ സെൻറ്റർ ഓഫ് മാസ് എത്ര മൂവ് ചെയ്ത്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പം kx ഉണ്ട്, ലെഫ്റ്റിലോട്ട് kx ഉണ്ട്. പിന്നെ എന്ത് ഫോഴ്സ് ഉള്ളത്, ഇത് റോളിംഗ് മോഷൻ ആണ് പറഞ്ഞതാണ്. ഇപ്പോൾ റോളിംഗ് മോഷൻ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റോൾ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ വരണം, ഒരു ഫ്രിക്ഷൻ വരണം. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ മുകളിലെ
പിന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ റോളിംഗ് മോഷനാണ്. റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സെൻട്രൽ മാസിന് അബൌട്ട് പ്യുവർ റൊട്ടേഷൻ ഉണ്ട്, സെൻട്രൽ മാസിൻ്റെ ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്ലേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്ന് റൈറ്റിലോട്ട് എക്സ് മൂവ് ചെയ്ത്, ഇപ്പോൾ റൈറ്റിലോട്ടുള്ള നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എന്ത് വരണം, മാസ് ടൈം ആക്സലേഷൻ എന്ന് വരണം. ഇപ്പോൾ റൈറ്റിലോട്ടുള്ള നെറ്റ് ഫോഴ്സ് എന്താ വരിക, റൈറ്റിലോട്ടുള്ള നെറ്റ് ഫോഴ്സ് കാണുന്നതിന് മുമ്പ് ഈ എം ജി നമുക്ക് എന്താക്കുകയാണെങ്കിൽ ഒന്ന് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ ഇതെന്താക്കിന് തീറ്റ എന്ന് വിചാരിക്കുക, അതായത് ഇത് സെൻറ്റർ ഇനിഷ്യലി വെർട്ടിക്കലാണ്. അപ്പോൾ സെൻറ്റർ എന്താ പറയുക, ഈ ഡിസ്കിൻ്റെ സെൻറ്ററിൻ്റെ ബോർഡ് എന്താ ഈ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് മാറി വിചാരിച്ചു. ആ മാറി ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും, തീറ്റ വരും. അപ്പോൾ ഇതെന്ത് വരിക, എം ജി കോസ് തീറ്റ വരും. ഇങ്ങോട്ട് എന്താ വരിക, എം ജി സൈൻ തീറ്റ വരും. അപ്പം ഈ ഒരു ഡയറക്ഷനിൽ കെ എക്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട് സ്പ്രിങ്ങിൻ്റെ, പിന്നാണെങ്കിൽ എം ജി സൈൻ തീറ്റ പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. റൈറ്റിലോട്ട് എന്തുണ്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഡിസ്പ്ലേസ് ചെയ്ത് ഇങ്ങോട്ടാണ് എക്സ് റൈറ്റിലോട്ടാണ്. അപ്പം എഫ് മൈനസ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ടൈം ആക്സലേഷൻ എന്ന് പറയുമ്പോൾ എഫ് മൈനസ് കെ എക്സ് മൈനസ് എം ജി ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു നമ്മൾ എന്താ പറയുക, മാസ് ടൈം ആക്സലേഷൻ എന്ന് പറയാം. അതായത് മാസ് ടൈം ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയാം. ഇനി നമുക്ക് സെൻട്രൽ മാസിനെ ബോർഡ് ഇത് റോൾ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സെൻട്രൽ മാസിനെ ബോർഡ് റോൾ ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക, സെൻട്രൽ മാസിനെ ബോർഡിലെ ടോർക്ക് എന്താ വരിക, സെൻട്രൽ മാസിന് ഈ എം ജിയും ഇവിടെയുള്ള ഈ എം ജി എന്ന് പറഞ്ഞ ഫോഴ്സും ഈ എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഫോഴ്സും എന്താണ് സെൻറ്റർ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ മാസിൻ്റെ ബോർഡിൽ ടോർക്ക് എന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ കാരണം മാത്രമേ ഉണ്ടാവും ടോർക്ക് ഉണ്ടാവും. ഫ്രിക്ഷൻ കാരണം ടോർക്ക് എന്താ പറയുക, ഈ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആർ, അതായത് സ്മോൾ ആർ വരും. അപ്പോൾ നമുക്ക് എന്താ പറയാം, ടോർക്ക് ഈക്വൽ ടു, അതായത് ഫ്രിക്ഷൻ ഇൻറ്റു ആർ ഈക്വൽ ടു ആംഗുലർ ഐ ഇൻറ്റു ആൽഫ എന്ന് പറയാം. അപ്പോൾ ഐ ആൽഫ എന്ന് പറയുമ്പം ഡിസ്കാണ് ഇവിടെ. അപ്പോൾ എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ എന്ന് പറയാം. ഇനി ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവർ പിന്നെ സെൻട്രൽ മാസിനെ ബോർഡ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് തരും, എത്ര ആംഗിൾ മൂവ് ചെയ്തിരിക്കണ് അതാണ് പിന്നെ ആംഗിൾ മൂവ് ചെയ്തിരിക്കുക നോക്കാം. അതിൻ്റെ ഡി സ്ക്വയർ ആ ഒരു ആംഗിൾ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ചെയ്യുമ്പോൾ എന്നിട്ടും ആംഗുലർ ആക്സലേഷൻ ആയിട്ടുള്ള ആൽഫ കിട്ടും. അപ്പോൾ അത് ആംഗിൾ എത്ര വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഫിഗറാണ് ഒന്ന് അടിയിലോട്ട് വരച്ചാണ്, അത് ഫിഗർ ഒന്ന് ഇങ്ങോട്ട് അടിയിലോട്ടൊന്നുകൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇനിഷ്യലി ഇതാണ് നമ്മളെ സ്ഫിയർ. പിന്നെ എന്താ ഇവിടെ എത്തി, അപ്പോൾ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക, അതായത് ബോട്ടം പോയിന്റ് ഈ കോണ്ടാക്ട് പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ അതെന്താണ്, ഇതെന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇവിടെ എത്തി. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തി. അപ്പം ഇനിഷ്യലി ഈ കോണ്ടാക്ട് പോയിന്റ് നോക്കുകയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് തരും. ആ കോണ്ടാക്ട് പോയിന്റ് എന്താ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതെന്താ, സപ്പോസ് ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ കോണ്ടാക്ട് പോയിന്റ് ഇവിടെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ്, ഇവിടെ എന്താണ് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ്. അപ്പോൾ ആ കോണ്ടാക്ട് പോയിന്റ് ഇനിഷ്യലി എന്താ സെൻറ്ററിൻ്റെ വെർട്ടിക്കലി അടിയിലോട്ടായിരുന്നു. ഇപ്പം എന്തായി, ഈ വെർട്ടിക്കൽ പൊസിഷൻ എന്തായി കുറച്ച് മാറി, അതായത് ബീറ്റ ആംഗിൾ, സപ്പോസ് നമ്മൾ ബീറ്റ എന്ന് എടുത്തോ, ബീറ്റ ആംഗിൾ മാറിയിട്ടാണ് ഇപ്പം ഈ പൊസിഷനുള്ളത്. അപ്പം ഇവിടെ ഓൾറെഡി നമുക്ക് എന്താ പറയുക, എന്ത് ഈ ആംഗിൾ എന്താണ് തീറ്റ ആണെന്ന് പറയാം. അപ്പം ഇത് സെൻട്രൽ മാസിനെ ബോർഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റയാണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു നമുക്ക് എന്താ വരിക, ആൽഫ ഈക്വൽ ടു ഡി സ്ക്വയർ ബീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആ ആൽഫൻ്റെ വാല്യൂ ഇവിടെ കുട്ടിയാണെങ്കിൽ നമ്മളെ പിന്നെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്താ വരിക, എഫ് ഇൻറ്റു ആറും ഇവിടെ ഈ ആറും ഈ ആറിൻ്റെ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എഫ് ഈക്വൽ എന്ത് വരും, എഫ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ബൈ 2 ഇൻറ്റു ആൽഫയ്ക്ക് പകരം ഡി സ്ക്വയർ ബീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയറിന് കൊടുക്കാം. പിന്നെയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഫ്രിക്ഷൻ സെൻട്രൽ മാസിനെ പോയിട്ട് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുക. പക്ഷെ ഇത് ആക്ച്വലി റോൾ ചെയ്യുന്ന ഇങ്ങോട്ടാ റൈറ്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അപ്പം നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് മൈനസ് എം ആർ ബൈ 2 ഇൻറ്റു ഡി സ്ക്വയർ ബീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ കൊടുക്കുക. അതായത് ഇവിടെ നമുക്ക് എന്താ കൊടുക്കുക, എഫ് ഇൻറ്റു ആർ ഈക്വൽ ടു മൈനസ് എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെന്തായി, ആക്ച്വലി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതിന്, ഇതാണ് നമ്മളെ ട്രാൻസ്ലേഷൻ ഇക്വേഷന്, ഇതാണ് നമ്മളെ റൊട്ടേഷണൽ ഇക്വേഷന്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഒരു തീറ്റ ഉണ്ട്, ഇവിടെ എന്തുണ്ട് എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു ബീറ്റ ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം കൂടി എന്താക്കണം, നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടുള്ള ഒന്നെങ്കിൽ പിന്നെ തീറ്റൻ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, പിന്നെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു തീറ്റ, അതായത് തീറ്റൻ്റെ ടേമിലോട്ട് തന്നെ വരണം. അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ ടേമിലോട്ട് തന്നെ വരണം. അല്ലെങ്കിൽ ഇവിടെ രണ്ട് ആംഗിൾ ലൈൻ കൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ എന്താ പറയുക സെൻട്രോ മാസിനെ പോയിട്ടുള്ള കേസാണ് എടുത്തത്. അപ്പോൾ ബീറ്റൻ്റെ ടേമിലോട്ട് തന്നെ കൊണ്ടുവരണം എല്ലായിടത്തും. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ലേഷണൽ ഇക്വേഷനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സും ഉണ്ട്, പിന്നെയാണ് ഈ തീറ്റയുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് എന്താകണം, മാറ്റണം. അപ്പോൾ അത് രണ്ടും മാറ്റാൻ ഈ സിറ്റുവേഷൻ എന്താക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കൺക്ലൂഷൻ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിക്കൊണ്ട് സൈൻ തീറ്റ അപ്രോക്സ് എന്താവും, തീറ്റയാവും. സൈൻ തീറ്റ എന്താവും, തീറ്റയാവും. പിന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതാണ് എക്സ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ആയിട്ട് ഇതുള്ള എൻലാർജ് ചെയ്ത് വരയ്ക്കുമ്പോഴാണ് ഇങ്ങനെ വരിക, അതായത് കർവ് വരും. പക്ഷേങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി ഉണ്ടാക്കുക ലീനിയർ ഡിസ്റ്റൻസ് എക്സ് എന്ന് കൊടുക്കുക. അതായത് ഒരു വലിയൊരു സർക്കിളിൽ നമ്മൾക്ക് ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഇതെന്താ പറയുക, അത് ചെറുതാനനുസരിച്ച് അപ്രോക്സ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എന്താക്കുക അസ്യൂം ചെയ്യുക. അപ്പോൾ പറഞ്ഞിരുന്ന ഈ എക്സ് ഈക്വൽ നമുക്ക് എന്താ പറയുക, ഈ ഡിസ്റ്റൻസ് ഇൻറ്റു തീറ്റ എന്ന് പറയുക. അതായത് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ആർക്ക് ഈക്വൽ ടു എന്താ വരിക, തീറ്റ ഇൻറ്റു റേഡിയസ് എന്ന് വരും. സോറി, തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്, തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ആർക്ക് ഈക്വൽ ടു തീറ്റ ഇൻറ്റു റേഡിയസ് വരും. അപ്പോൾ ഇവിടെ ഉള്ള എന്താ ഈ എക്സ് എന്താണ്, ഈ ഒരു ഇതിൻ്റെ ആർക്കാണ്. അപ്പോൾ എക്സ് ഈക്വൽ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കളർ മാറ്റുക, ഇവിടെ എക്സ് ഈക്വൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ മൈനസ് ആർ ഇൻറ്റു തീറ്റ എന്ന് പറയാം. അതായത് ഇതെന്താണ്, തീറ്റയാണ്, ഇവിടുന്ന് ഇവിടം വരെ ആറാണ്, ഇവിടുന്ന് ഇവിടോട്ട് എന്താണ് സ്മോൾ ആർ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്താ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഇൻറ്റു തീറ്റ എന്ന് പറയാം. പിന്നെ